ഇനിയും വിസ്മയം വേണം. വിസ്മയങ്ങൾ തീർന്നിട്ടില്ല. വി.ഡി. സതീശൻ്റെ വാക്കുകളാണിത്. വിസ്മയം തുടരും, ഇനിയും വിസ്മയങ്ങൾ ഉണ്ടാകും. ഭരണത്തിലേറി 3-ാം മാസം. അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയും സോഷ്യൽ മീഡിയ കോർഡിനേറ്ററുമായ വ്യക്തി MDMA കേസിൽ അറസ്റ്റിലാവുന്നു. പത്രസമ്മേളനത്തിൻ്റെ ഏകദേശ രൂപമൊക്കെ പലരും പ്രവചിച്ചിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ പറയുന്നൊക്കെ. പക്ഷെ അവരുടെ പ്രവചനവും കടത്തിവെട്ടി വിസ്മയത്തിൻ്റെ പത്രസമ്മേളനം ഇന്ന് നടന്നു. അദ്ദേഹം പ്രതികളെ അറിയില്ല എന്നൊന്നും പറഞ്ഞില്ല. അറിയാം. എപ്പോഴറിയാം? പിണറായി വിജയനും പ്രതിപക്ഷത്തിനൊരു താങ്ങ് കൊടുക്കാനും മാപ്പറയുടെ വായടക്കാനും വേണ്ടി ഒരു പെരും നുണയങ്ങ് തട്ടിവിട്ടു. അവരെ പരിചയപ്പെടുന്നത് നവകേരള യാത്ര നടന്നു. ആ യാത്രയിലാണല്ലോ പോലീസ് ചിലയിടത്ത് ശരിയല്ലാത്ത രീതിയിൽ യൂത്ത് കോൺഗ്രസ്സുകാർ ആക്രമിച്ചത്. യൂത്ത് കോൺഗ്രസ്സുകാർ അടിവാങ്ങാൻ വേണ്ടി പ്രകോപനം സൃഷ്ടിക്കുകയായിരുന്നു. കരിന്തുണിയും ഒക്കെ ആയിട്ട് ഓടി വരുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായി. ചാടി വണ്ടിക്കടിയിൽപ്പെട്ടാൽ മുഖ്യമന്ത്രി, അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവരെ കൊന്നു എന്നൊക്കെ പറയാമല്ലോ. അതുണ്ടാകാതിരിക്കാണ് അടിച്ചതെന്നൊക്കെ പറയുന്നത്. എങ്കിലത് ക്രൂരമായി പോയിരുന്ന അടി, അത് ശരിയാണ്. അങ്ങനെ അടി കിട്ടിയവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഞാനൊന്ന് ഫോണിൽ വിളിച്ചു. സാധാരണ പറയുമല്ലോ, നമുക്കെപ്പോഴെങ്കിലും പറ്റിയാൽ കാണാമെന്ന്. അങ്ങനെ ഒരു വാക്ക് പറഞ്ഞു. അടി കിട്ടിയവനെ വിളിച്ചു ആശ്വസിപ്പിച്ചു. ഇദ്ദേഹത്തിൻ്റെ വീട്ടിനടുത്തൊരു മീറ്റിംഗ് നടന്നപ്പോൾ ആൾക്കാർ പറഞ്ഞു, സർ ഒരു വാക്കങ്ങ് പറഞ്ഞിട്ടുണ്ട്, പോയി കാണാമെന്ന്. അങ്ങനെ ഒന്ന് വീട്ടിൽ പോയി കണ്ടു. പിന്നീട് 3-4 പ്രാവശ്യം അവിടെ ഇവിടെയൊക്കെ വെച്ച് കണ്ടു, ഫോട്ടോ എടുത്തു. അതിലപ്പുറം ഞാനുമായിട്ടൊരു ബന്ധവുമില്ല എന്നാണ് പോക്കി പറഞ്ഞ് അവസാനിപ്പിച്ചത്. പക്ഷേ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നവകേരള യാത്ര നടക്കുന്നത് 2023-ലാണ്. പക്ഷേ ഈ പിടിക്കപ്പെട്ട മഹാൻ 2021-ലെ വി.ഡി. സതീശൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുത്ത് ചിരിച്ചുകൊണ്ട് വളരെ പരിചയഭാവത്തിൽ നിൽക്കുന്ന ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഡിജിറ്റൽ തെളിവുകളുടെ കാലമാണല്ലോ, പണ്ടത്തെ പോലെ നുണ പറയാൻ പറ്റില്ലല്ലോ. അവിടെയാണ് ആപ്പിലായത്, നുണയാണ് തെളിഞ്ഞു എന്ന് പറഞ്ഞൊക്കെ വലിയ വർത്താനം പറയുന്ന അന്തം കമ്മികളോടാണ് വി.ഡി. സതീശൻ എന്ന ഞങ്ങളുടെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്, വിസ്മയങ്ങൾ തുടരും, ഇനിയും വിസ്മയം വേണമെന്ന്. 2023-ൽ മാത്രം പരിചയപ്പെട്ട ഒരു വ്യക്തിയെ 2021-ൽ ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്യാൻ മാത്രം, അതായത് കാലം 2 കൊല്ലം പിറകോട്ട് പോയിട്ട് ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യിക്കാൻ മാത്രം കഴിവുള്ള, വിസ്മയങ്ങൾ സൃഷ്ടിക്കാൻ കഴിവുള്ള മുഖ്യമന്ത്രിയാണ് കേരളത്തിൽ ഭരിക്കുന്നത്. അതിൽ അഭിമാനിക്കുക. ഇങ്ങനൊരു മുഖ്യമന്ത്രിയെ കിട്ടിയതിൽ. വെറും വിദ്വേഷവും കൊതിക്കറവും കൊണ്ട് അധികാരം നഷ്ടപ്പെട്ട അന്തംഗമികൾ വ്യാജം പ്രചരിപ്പിക്കുക, നുണ പ്രചരിപ്പിക്കുക. 2023-ലാണ് പരിചയപ്പെട്ടത്. 2 വർഷം മുമ്പേ അങ്ങനെ പോസ്റ്റ് ഇട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാലാതീതമാണ്, അതീന്ദ്രിയ ജ്ഞാനം. കാലത്തിന് മുമ്പേ സഞ്ചരിച്ചു എന്ന് പറഞ്ഞാൽ കാലത്തിന് പിറകെ സഞ്ചരിച്ച കഥയൊക്കെ ചെയ്യാൻ ടെക്നോളജി ഉണ്ട്. അതൊക്കെ AI ഉപയോഗിച്ച് അങ്ങനെ അന്തംഗമികൾ ഉണ്ടാക്കിയതാണ്, വ്യാജമാണ്, അങ്ങനെയൊന്നുമില്ല. ഐ മേഡ് ഇറ്റ് വെരി ക്ലിയർ. കൂടുതലൊന്നും പറയാനില്ല. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? പിന്നെ ഒരാൾ വന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി ചോദിക്കുമ്പോൾ എടുക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. ഞാൻ മുഖ്യമന്ത്രിയാണ് കേരളത്തിൻ്റെ. എല്ലാ വിഭാഗങ്ങളുടെയും, കോൺഗ്രസിൻ്റെ UDFൻ്റെ മാത്രമല്ല, എല്ലാ വിഭാഗങ്ങളുടെയും മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയോട് ഫോട്ടോ എടുക്കാൻ ഒരാൾ ആഗ്രഹിച്ചാൽ അത് തടയുന്ന പരിപാടി, ആ ഒരു സംസ്കാരം, കടക്കപ്പുറത്തെന്ന് പറയുന്ന സംസ്കാരം ഞങ്ങൾക്കില്ല. പിന്നെ ചക്കയാണോ ഇത് ചികഞ്ഞു നോക്കാൻ? ചുളയുണ്ടോ മധുരമുണ്ടോ നോക്കാൻ? മനുഷ്യരല്ലേ. ഞാൻ പരിചയപ്പെട്ട കാലത്തൊന്നും അയാൾക്ക് അങ്ങനെയുള്ള ഒരു പരിപാടിയും ഇല്ലായിരുന്നു. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നുണ പറഞ്ഞ് വ്യാജം പറഞ്ഞ് തകർക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളൊന്നും വിലപ്പോവില്ല എന്ന് പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്.